സാമ്രാട്ട് അക്ബറിൻ്റെ കാലത്ത് ആഗ്രയിൽ അറവുകാരനായി ഒരു ഖസായി ഉണ്ടായിരുന്നു. ശുദ്ധമനസ്കനായ അയാൾ സത്യസന്ധമായാണ് തൻ്റെ മാംസക്കച്ചവടം നടത്തി വന്നിരുന്നത്. അതിനാൽ പലപ്പോഴും ആളുകളുടെ വഞ്ചനയ്ക്ക് അദ്ദേഹം വിധേയനാകാറുണ്ടായിരുന്നു. ഒരു ദിവസം രാവിലെ അനേകം പേർ മാംസം വാങ്ങാൻ വന്ന ഒരു അവസരം. ഓരോരുത്തർക്കും അവർ ആവശ്യപ്പെട്ട മാംസം നൽകുകയും പണം വാങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കശാപ്പുകാരൻ. അതിനിടയിൽ ധനികനായ ഒരു ധാന്യ വ്യാപാരി കടയിൽ പ്രവേശിച്ച് 2 സേർ മാംസം ആവശ്യപ്പെട്ടു. തൻ്റെ ഊഴം വന്നപ്പോൾ ഉപഭോക്താവിന് പറഞ്ഞ അത്രയും മാംസം ഇറച്ചി വെട്ടുകാരൻ നൽകി. അതിനിടയിൽ ഒരു അത്യാവശ്യത്തിന് അയാൾ പിന്നോട്ട് ഒന്ന് തിരിഞ്ഞു. ആ തക്കത്തിന് ആഗതൻ കടയുടമസ്ഥന്റെ പണസഞ്ചി കൈക്കലാക്കി. എന്നിട്ട് അതിൽ നിന്ന് താൻ വാങ്ങിയ മാംസത്തിന്റെ വിലയുള്ള നാണയങ്ങൾ എടുത്തു കൊടുക്കുവാൻ തുടങ്ങി. ഇത് കണ്ട് ഖസായി പ്രതിഷേധിച്ചു. അയ്യോ, എൻ്റെ പണസഞ്ചിയാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്നത്, നിങ്ങളത് മോഷ്ടിച്ചിരിക്കുകയാണ്. കള്ളം പറയരുത്, ഇതെൻ്റേതാണ്. അയാൾ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. അവർ തമ്മിലുള്ള വഴക്ക് മൂത്തു. അതിനകം അവിടെ ഒരു പറ്റം ആളുകൾ തടിച്ചുകൂടിയിരുന്നു. അവർക്കാർക്കും തന്നെ യഥാർത്ഥത്തിൽ ആരാണ് പണസഞ്ചിയുടെ അവകാശി എന്നറിയില്ലായിരുന്നു. കശാപ്പുകാരനാണെങ്കിൽ തൻ്റെ ബുദ്ധിമോശം കൊണ്ടാണ് മുന്നിൽ തന്നെ നാണയസഞ്ചി വെച്ച് അത് നഷ്ടപ്പെടാനുള്ള അവസരം ഉണ്ടാക്കിയതെന്ന ഖേദവുമുണ്ടായി. അവസാനം പ്രശ്നം എവിടെയും എത്തുന്നില്ലെന്ന് കണ്ടപ്പോൾ കൂട്ടത്തിൽ മാന്യനെന്ന് തോന്നിയ ഒരാൾ നിർദ്ദേശിച്ചു, പ്രശ്നം ബാദ്ഷായുടെ നീതിന്യായ മന്ത്രിയായ ബീർബലിനെ ഏൽപ്പിക്കുക. ഏതു കുഴങ്ങിയ പ്രശ്നത്തിനും അദ്ദേഹമാണല്ലോ അവസാനം പരിഹാരം കാണുന്നത്. അതിനാൽ ആ അഭിപ്രായം എല്ലാവർക്കും സ്വീകാര്യവുമായി. അതുപ്രകാരം അറവുകാരനും ധാന്യ വ്യാപാരിയും മറ്റെല്ലാവരും കൂടി മഹാമന്ത്രിയുടെ ഹവേലിയിലെത്തി. പണക്കിഴി കയ്യിൽ വെച്ചിരുന്ന മാന്യൻ നടന്ന വിവാദമൊക്കെ അദ്ദേഹത്തെ പറഞ്ഞു കേൾപ്പിച്ചു. എല്ലാം വിശദമായി കേട്ട ശേഷം മാന്യൻ ആ സഞ്ചി കാണണമെന്നാവശ്യപ്പെട്ടു. ആ കിഴി പരിശോധിച്ചപ്പോൾ ഒരു കാര്യം തെളിഞ്ഞു വന്നു. തുണി കൊണ്ടുണ്ടാക്കിയ സഞ്ചിയിന്മേൽ രക്തം കട്ട പിടിച്ച് ഉറച്ചതിൻ്റെ പാടുകളുണ്ട്. എന്നിട്ടും ഉറപ്പുവരുത്താനായി ദിവാൻജി അകത്തുള്ള നാണയങ്ങൾ പുറത്തെടുത്ത് പരിശോധിച്ചു. അവയിലും രക്തപ്പാടുകൾ തെളിഞ്ഞു കാണാമായിരുന്നു. ഒരേ സമയം രക്തമുറ്റിയ മാംസവും പണവും കൈകാര്യം ചെയ്യുന്ന ഒരാളുടെ സഞ്ചിക്ക് ഈ ലക്ഷണങ്ങൾ കാണൂ എന്ന് സ്പഷ്ടമായിരുന്നു. ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുവാൻ സാഹചര്യ തെളിവുകൾ തന്നെ ധാരാളമായിരുന്നു. ഉടനെ ബീർബൽ ധാന്യ വ്യാപാരിയെ ഒറ്റയ്ക്ക് വിളിച്ച് അക്കാര്യം അറിയിച്ചു. മഹാമന്ത്രിക്ക് സത്യം മനസ്സിലായെന്ന് കണ്ടപ്പോൾ അയാൾക്ക് നിൽക്കക്കള്ളിയില്ലാതായി. ഉടനെ അയാൾ വസീറിന്റെ കാൽക്കൽ വീണ് മാപ്പു പറഞ്ഞു. എന്നാലും അയാളുടെ കുറ്റം ഗുരുതരമായതിനാൽ മഹാമന്ത്രി അയാൾക്ക് ശിക്ഷ വിധിച്ചു. ഖസായിയുടെ കിഴിയിൽ കണ്ട പണത്തിന്റെ ഇരട്ടിത്തുക ധനാഢ്യൻ കൊടുക്കണമെന്നതായിരുന്നു പിഴ. പുറമെ പണസഞ്ചിയും തിരികെ നൽകപ്പെട്ടു. നീതിമാനായ ബീർബലിന്റെ തീരുമാനം എല്ലാവരെയും സംതൃപ്തിപ്പെടുത്തി. പ്രഗത്ഭനായ മുഗൾ മഹാമന്ത്രി ഒരിക്കൽ കൂടി തന്റെ കഴിവ് പ്രകടിപ്പിച്ചത് കണ്ട് ചക്രവർത്തി അദ്ദേഹത്തിന് പല സമ്മാനങ്ങളും കനിഞ്ഞനുവദിച്ചു.